Hello everyone, welcome back to Visual 2.0. Plus 2 Computer Application ഏഴാന്തിക്കലത്തെ എക്സാമിനെ 35 പ്ലസ് മാർക്ക്, അതായത് 35 മിസ് ഒരു കമ്പനിയിൽ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് ഒപ്പിക്കാൻ പറ്റാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. നമുക്ക് ഇതിൽ മിസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് 35 മാർക്കോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഓക്കെ, സോ ഇതിലെ 3 മാർക്കിന് 4 മാർക്കിനൊക്കെ എത്രത്തോളം എഴുതണമെന്നും നമ്മൾ ഇപ്പോൾ ആൻസേഴ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു 10-20 ക്വസ്റ്റ്യൻസോളം എങ്ങനെയുണ്ട് കേട്ടോ. ഏതൊക്കെയാണോ ചോദ്യം നോക്കാം. പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല, കാരണം പ്രോഗ്രാംസ് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം മിസ് എല്ലാ ക്വസ്റ്റ്യൻസും കൂടി വായിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് നമുക്കൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ബെനിഫിറ്റ് ഓഫ് ERP സിസ്റ്റം. എന്താണ് ERP? അതിൻ്റെ ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 മാർക്കിന് വരാറുണ്ട്. ഡിഫൈൻ ഫോളോയിങ് ആയിട്ട് DML, DDL, DCL ഇതെല്ലാം കമാൻഡുകളാണ്, SQL കമാൻഡുകളാണ്. DML, DDL, DCL ചോദിക്കാറുണ്ട്. കോളം കൺസ്ട്രെയിൻസ് 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൽജിബ്ര. നമ്മൾ റിലേഷണൽ RDBMS യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്. ദെൻ DBMSന്റെ അഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട് 3 മാർക്കിന്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. വെബ് ഹോസ്റ്റിംഗ് 3 തരമുണ്ട്, അതിലേതാണ് ഇങ്ങനെ എഴുതാം. സ്റ്റാറ്റിക്, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഡിഫറൻഷിയേറ്റ് ആണ്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ്. കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ 4-5 ഡിഫറൻസുകൾ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ. പിന്നെ ഡിഫറൻസ് ഒഴികെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. ഫ്രെയിം സെറ്റ് ടാഗും അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെ 3 മാർക്കിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ C++, ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ ജാവ, ഇതൊന്നും നമ്മൾ തെറ്റിക്കാനും പാടില്ല, നല്ല എക്സാക്റ്റ് ആയിട്ട് പഠിക്കാം. മോഡുലർ പ്രോഗ്രാമിംഗ് എന്താണ്, അതിൻ്റെ മെറിറ്റുകൾ 5 മാർക്കിനാണ് ചോദിച്ചത്. ICT ഇൻ ബിസിനസ്, അതായത് ICT നമുക്ക് ബിസിനസ്സിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ദെൻ സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഗവൺമെൻറ്, ഇൻഡിവിജ്വൽ. 3 ഓരോ സൈബർ ക്രൈംസ് ഏതാനായിരുന്നു ഈ ക്വസ്റ്റ്യൻ. 3 മാർക്കിന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ ടെർമിനോളജീസ് ഇൻ RDBMS ഡിഫറെൻറ്റ് ടെർമിനോളജീസ്. ഏതെങ്കിലും 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് 3 മാർക്കിന്. ഇതെല്ലാം നമുക്ക് 3 മാർക്സിന് എബൌട്ട് ഒരു 20 എബവ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. 25 എബവ് ക്വസ്റ്റ്യൻസ് മിസ്സിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് 3 മാർക്കിനാണ് ചോദിക്കാറ്. നമുക്ക് മാക്സിമം ഇപ്പോൾ ഇത് 3 മാർക്കിന് ചോദിച്ചാൽ 5 മാർക്കിൽക്കും 3 മാർക്കിലും ഈവൻ 2 മാർക്കിലേക്ക് പോയാൽ പോലും നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് കിട്ടണം. സോ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് മിസ് ഇപ്പോൾ പറഞ്ഞു തരാം. ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കി വെക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ആണ് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇതേപോലെ 3 മാർക്കിന് ചോദിച്ചതാണ്. ഏതെങ്കിലും 3 എണ്ണമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് പറയുന്നുണ്ട്. അലേർട്ട്, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഡിസ്പ്ലേ പോപ്പപ്പ് മെസ്സേജ് ഓൺ സ്ക്രീൻ. നമുക്ക് മെസ്സേജുകൾ പോപ്പപ്പ് ആയിട്ട് ഇങ്ങനെ വന്ന് പോകണം, അല്ലെങ്കിൽ ബ്ലിങ്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിലാണ് അലേർട്ട്. അതെങ്ങനെ ഏതാ അലേർട്ട്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ പോപ്പപ്പ് കൊടുക്കാൻ. ഈസ്നാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്നത് നോട്ട് എ നമ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈസ്നാൻ യൂസ് ചെയ്യുന്നത്. ദെൻ അപ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിനെ അപ്പർ കേസിലേക്ക് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് നോക്കാം കേട്ടോ. ഈ ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ച്. ടു ലോവർ കേസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂവിനെ ലോവർ കേസിലേക്ക് മാറ്റാനായിട്ട്. ചാരറ്റ് എന്ന് പറഞ്ഞാൽ പ്ലേസ് വാല്യൂ, അതായത് ഇപ്പോൾ ആ പൊസിഷനിൽ ചാരറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പൊസിഷനിലുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. ഇവിടെ 1 എന്ന് പറയണത് ആണ്, ഫസ്റ്റത്തെ വാല്യൂ 0 ആയിരിക്കും. ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ലെങ്ത് പ്രോപ്പർട്ടി, ചാരറ്റ്, 2 ലോവർ, 2 അപ്പർ, ഈസ്നാൻ, ഈസ് അലേർട്ട്, ഇതൊക്കെയാണ് ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് കേട്ടോ. ഓക്കെ,
നെക്സ്റ്റ് വൺ ICT ഇൻ ബിസിനസ്. അതായത് ICT നമ്മൾ എങ്ങനെയാണ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. സം മേജർ ഡെവലപ്മെൻറ്റ് ഇൻ ബിസിനസ് ത്രൂ ദ യൂസ് ഓഫ് ICT ആർ സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ബിഗ് ഡാറ്റ അനാലിസിസ് ആൻഡ് ബിസിനസ് ലോജിസ്റ്റിക്സ്. അതിൽ നമുക്ക് RFID ഒക്കെ എഴുതാം കേട്ടോ. അതായത് സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ലാർജ് ഡാറ്റ സെറ്റ് കണ്ടെയ്നിങ് എ വെറൈറ്റി ഓഫ് ഡാറ്റ ടു അൺകവർ ഹിഡൻ പാറ്റേൺ, മാർക്കറ്റ് ട്രെൻഡ്സ്, കസ്റ്റമർ പ്രിഫറൻസ്. അതായത് വലിയ വലിയ ഡാറ്റകൾ ഉണ്ടെങ്കിൽ, പലതരം ഡാറ്റകൾ ഉണ്ടെങ്കിൽ അതിനെ പരിശോധിക്കുക, പല രീതിയിൽ പരിശോധിക്കുന്നതിനെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് ICT ലോജിസ്റ്റിക്സിലാണ്. അതായത് ഫ്ലോ ഓഫ് ഗുഡ്സ് ഇൻ ബിസിനസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ പോയിന്റ് ഓഫ് കൺസംഷൻ ഇൻ ഓർഡർ ടു മീറ്റ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. അതായത് ലോജിസ്റ്റിക്സിൽ നമുക്ക് എവിടെ കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് പ്രോഡക്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, അതായത് ഫ്രീ ഫ്ലോ, അതായത് ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയാണ് കിട്ടുന്നത്, അതിലൊക്കെ നമ്മൾ ICT യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊരു യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയുടെ പേര് RFID ആണ്. അതായത് നമുക്ക് എവിടെ എത്തി നമ്മുടെ ഒബ്ജക്റ്റ് ലോജിസ്റ്റിക്സ്, അതായത് ലോജിസ്റ്റിക്സിൽ നമ്മുടെ ഗുഡ്സുകളെല്ലാം എവിടെ എത്തിയെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റീഡറൊക്കെ വെച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ് RFID, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു മൈക്രോ ചിപ്പ് അടങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് ഡാറ്റകളെല്ലാം സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. സോ 2 പോയിൻ്റാണ് ICT ഇൻ ബിസിനസ്, സോഷ്യൽ നെറ്റ്വർക്ക് ആൻഡ് ബിഗ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ബിസിനസ് ലോജിസ്റ്റിക്. ദെൻ ഈ ചാപ്റ്ററിൽ തന്നെ മിസ് പറഞ്ഞ വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു സൈബർ സെക്യൂരിറ്റീസ് എഗെയിൻ അല്ലെങ്കിൽ സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഒരെണ്ണം എഴുതണം, പ്രോപ്പർട്ടിയുടെ ഒരെണ്ണം എഴുതണം, ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ പല തരം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓരോന്നാണ് മിസ് ക്വസ്റ്റ്യൻ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. അതിൽ ഇൻഡിവിജ്വൽസിനെതിരായിട്ടുള്ളത് ഐഡൻറ്റിറ്റി തെഫ്റ്റ്, ഹരാസ്മെൻറ്റ്, ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ്, വയലേഷൻ ഓഫ് പ്രൈവസി, ഡിസമിനേഷൻ ഓഫ് ഓബ്സൻസ് മെറ്റീരിയൽസ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് ആൻഡ് ഇൻ്റർനെറ്റ് ടൈം തെഫ്റ്റ്. ഗവൺമെൻറ്റിനെതിരെ സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്, അറ്റാക്ക് എഗെയിൻസ്റ്റ് ഇ ഗവേണൻസ് വെബ്സൈറ്റുകളൊക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരെണ്ണം എഴുതാം. ഇപ്പോൾ സൈബർ ക്രൈംസ് എഗെയിൻ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എഴുതാം, ഹരാസ്മെൻറ്റ് എഴുതാം. ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഒരാളുടെ പേഴ്സൻ്റെ അനദർ പേഴ്സൺ ഇൻഫോർമേഷൻ, നെയിം, അവരുടെ ID കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ അവരുടെ പെർമിഷൻ അല്ലാതെ ഫ്രോഡ് ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഹരാസ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിലിയേറ്റിംഗ് കമൻറ്റിങ് ഓൺ ജെൻഡർ, റേസ്, റിലീജിയൻ, അതായത് വൾഗർ ലാംഗ്വേജ് എല്ലാം യൂസ് ചെയ്തിട്ട് മറ്റുള്ളവരെ ഹരാസ് ചെയ്യുക. സൈബർ സ്റ്റോക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം, ആരാണിത് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെ ചെയ്യുമ്പോൾ. ഇംപേഴ്സണേഷൻ ആൻഡ് ചീറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിറ്റൻഡിങ് ടു ബി അനദർ പേഴ്സൺ ഫോർ ഹാംഫുൾ ദ വിക്ടിം, അതായത് അവരെ ഏതെങ്കിലും ഹാംഫുൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ചീറ്റ് ചെയ്യുക, അവരെ ചതിക്കുക, അതൊക്കെയാണ്. വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം വയലേറ്റ് ചെയ്യുക. ദെൻ ഡിസമിനേഷൻ ഓഫ് ഓബ്സെന്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പോസ്റ്റിംഗ് സെക്ഷൽ മെറ്റീരിയൽ ഇൻ സൈബർ ക്രൈംസ്, അതായത് നമുക്കറിയാമല്ലോ ഗേൾസിനും ബോയ്സിനൊക്കെ എതിരായിട്ട് നമ്മൾ സെക്ഷൽ മെറ്റീരിയൽസ്, അവരുടെ എന്തെങ്കിലും പ്രൈവസി പാർട്സോ എന്തെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കാം. പ്രോപ്പർട്ടിക്കെതിരെ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, അതുപോലെ IPR ഒക്കെയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡെല്ലാം അൺഓതറൈസ് ആയിട്ട് യൂസ് ചെയ്യുക, നമ്മുടെ ഫണ്ടൊക്കെ എടുത്തിട്ട് അവർ യൂസ് ചെയ്യുക, ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് വെച്ചാൽ ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്, അതായത് നമ്മുടെ IPR എല്ലാം നമ്മുടെ സമ്മതമില്ലാതെ ഒരാൾ ഹാംഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്ന് പറയാം. ദെൻ ഇൻ്റർനെറ്റ് തെഫ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എഴുതിയാൽ മതിയാവും കേട്ടോ. ദെൻ ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയുള്ളത് സൈബർ ടെററിസം, വെബ്സൈറ്റ് ഡിഫേസ്മെൻറ്റ്, അറ്റാക്ക് ഓഫ് ഇ ഗവേണൻസ് വെബ്സൈറ്റുകൾ, ഗവൺമെൻറ് വെബ്സൈറ്റുകളെല്ലാം അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും സൈബർ ക്രൈംസ് ഇപ്പോൾ നമുക്ക് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒറ്റയ്ക്ക് എഴുതിയാലും നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ പിന്നീട് നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ DDL, DCL, DML കമൻറ്റുകളെ കുറിച്ച് ഡിഫൈൻ ചെയ്യാനായിരുന്നു. കമ്പോണൻറ്റ്സ് ഓഫ് SQL എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഷോർട്ടായി തരാം. DDL എന്താണ്, അതെന്തിനു യൂസ് ചെയ്യുന്നു, DML എന്താണ്, അങ്ങനെയും നമുക്ക് തരാം. DDL എന്ന് പറയുമ്പോൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. അത് ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് SQL ദാറ്റ് പ്രൊവൈഡ് കമൻറ്റ് ടു ഡീൽ വിത്ത് ദ സ്കീമ ഡെഫിനിഷൻ ഓഫ് RDBMS. RDBMSലെ സ്കീമ ഡെഫിനിഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും ആണ്. അപ്പോൾ ആ ടേബിൾ അല്ലെങ്കിൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക ആൻഡ് ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, റിമൂവ് ചെയ്യുക ആൻഡ് ക്രിയേറ്റ് ചെയ്യുക. 3 കമൻറ്റുകളാണ് ഇതിൽ വരുന്നത്.
ക്രിയേറ്റും ഓൾട്ടറും ഡ്രോപ്പാണ് വരുന്നത് കേട്ടോ. DML എന്ന് പറഞ്ഞാൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ കമൻറ്റ് ഫോർ ഡീലിംഗ് വിത്ത് ദ ഡാറ്റ ഇൻ ദ ടേബിൾ, അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയിലുള്ള കളി. അതായത് ഇറ്റ് പെർമിറ്റ് ഇൻസേർട്ട്, റോ ഇൻസേർട്ട് ചെയ്യുക, കോളം ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അതിനൊക്കെ. അതായത് ടേബിൾ കംപ്ലീറ്റ് അല്ല, അതിൻ്റെ ഉള്ള കണ്ടൻറ്റുകൾ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒക്കെയാണ് ഇതിൻ്റെ DMLൻ്റെ ഡിഫറെൻറ്റ് കമൻറ്റുകൾ എന്ന് പറയുന്നത്. ദെൻ DCL എന്ന് പറഞ്ഞാൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ് ആണ്. ഇവിടെ നമ്മൾ ആക്സസ് ദ ഡാറ്റാബേസ് ഫോർ സെക്യൂരിറ്റി കൺസേൺ, നമ്മൾ അത് ആക്സസ് ചെയ്യാനായിട്ടാണ്. അതിൻ്റെ 2 കമാൻഡ് ഗ്രാൻറ്റും റിവോക്കാണ്. ഗ്രാൻഡ് എന്ന് പറയുന്നത് പ്രിവിലേജ് ടു ദ യൂസേഴ്സ് ടു ദ ഡാറ്റാബേസ്, അതായത് യൂസേഴ്സിന് ഡാറ്റാബേസുമായിട്ട് ആക്സസ് ചെയ്യാൻ അനുവദിക്കാം. റിവോക്ക് എന്ന് പറയുമ്പോൾ വിഡ്രോ യൂസേഴ്സ് ആക്സസ് പ്രിവിലേജ് ഗിവൺ ബൈ യൂസിങ് ഗ്രാൻഡ് കമൻറ്റ്. ഗ്രാൻഡ് കമൻറ്റിനനുസരിച്ച് നമുക്ക് ആ യൂസ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം. അതിനൊക്കെയാണ് DCL കമൻറ്റുകൾ. അപ്പോൾ DDL കമൻറ്റിൽ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, DMLൽ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, റിലേറ്റ്, DCLൽ ഗ്രാൻഡും റിവോക്കും. ആ കമൻറ്റുകൾ പഠിച്ചിരിക്കുക കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഡാറ്റ ടൈപ്സ് ഇൻ ജാവ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ്, അതുപോലെ തന്നെ ബിൽറ്റിംഗ് ഫങ്ഷൻസും. ഇത് രണ്ടും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 3 ഡാറ്റ ടൈപ്സുകളാണുള്ളത്. ന്യൂമറിക് ഡാറ്റ ടൈപ്പ്, സ്ട്രിങ്, ഡേറ്റ് ആൻഡ് ടൈം. SQL കേട്ടോ, ജാവ അല്ല, SQL. ഇതും കൂടി അറിഞ്ഞിരിക്കുക. ന്യൂമറിക് ഡാറ്റ ടൈപ്സ്, സ്ട്രിങ് ആൻഡ് ഡേറ്റ് ആൻഡ് ടൈം. ന്യൂമറിക്കിലെ ഇൻറ്റും ഡെസിമൽ വരും, സ്ട്രിങ്ങിലെ ചാറും വാർച്ചാറും വരും, ഡേറ്റ് ആൻഡ് ടൈമിലെ ഡേറ്റും ടൈമും വരും. ഓക്കെ. ദെൻ പിന്നീട് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കോൺസ്റ്റൻസ് ഇൻ കോളം. SQL നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളം കോൺസ്റ്റൻസ് 5 ടൈപ്പാണുള്ളത്. നോട്ട് നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണിക്, പ്രൈമറി, ക്യാൻ, ഡിഫോൾട്ട്. നോട്ട് നൾ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് കോളം ക്യാൻ നെവർ ഹാവ് നൾ വാല്യൂസ്, അതായത് ബ്ലാങ്ക് വാല്യൂ, എംപ്റ്റി വാല്യൂസ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ നോട്ട് നൾ എന്ന് പറഞ്ഞ കോളം കൺസ്റ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിൽ ബ്ലാങ്ക് വാല്യൂസ് ഒന്നും തന്നെ വരരുത്. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ദ വാല്യൂ ഓഫ് ദ കോളം ഇൻക്രിമെൻറ്റഡ് ബൈ 1, അതായത് ഫസ്റ്റത്തിൽ 1 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് 1 ആഡ് ചെയ്ത് 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരാം. ദ ഓട്ടോ ഇൻക്രിമെൻറ്റ് കോളം മസ്റ്റ് ബി ഡിഫൈൻഡ് ദ പ്രൈമറി കീ ഓഫ് ദ ടേബിൾ, പ്രൈമറി കീയിൽ പറയണം. യൂണിക് എന്ന് പറഞ്ഞാൽ എന്താ? 2 rows have the same values column specified with the constraint, അതായത് 2 റോയിൽ സെയിം വാല്യൂ പാടില്ല, യൂണിക് ആയിരിക്കണം ഓരോ റോയിലും. പ്രൈമറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളത്തിനെ നമുക്ക് ടേബിളിൽ ഒരു കോളത്തിനെ പ്രൈമറിക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ദ കോൺസ്റ്റന്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു 1 കോളം ഓർ കോമ്പിനേഷൻ ഓഫ് കോളം. ഇതിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈമറിക്ക് നൾ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. ഡീഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് വാല്യൂ ക്യാൻ ബി സെറ്റ് ഫോർ ദ കോളം ഇൻ കേസ് ഓഫ് ദ യൂസർ ഡസ് നോട്ട് പ്രൊവൈഡ് എ വാല്യൂ ഫോർ ദാറ്റ് കോളം ഫോർ എ റെക്കോർഡ്. അതായത് ഇപ്പോൾ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ കോളത്തിലും സെയിം വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ വാല്യൂ നമുക്ക് ഡീഫോൾട്ടായി വയ്ക്കാം. സോ അതാണ് ഡീഫോൾട്ട്. അപ്പോൾ 5 തരം കോൺസ്ട്രെയിൻസ് ആണ്. 3 മാർക്ക് 5 മാർക്കിന് ചോദിച്ചിരുന്നു. നോട്ട് നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണിക്, പ്രൈമറിക്ക് ആൻഡ് ഡീഫോൾട്ട്. ദെൻ നെക്സ്റ്റ് വൺ ആയിരുന്നു ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. 3 തരം വെബ് ഹോസ്റ്റിംഗ് ആണ് നമുക്കുള്ളത്. ഷെയർഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഷെയർഡ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 1 വെബ്സൈറ്റ് ആർ സ്റ്റോർഡ് ഇൻ എ സിംഗിൾ വെബ് സെർവർ. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ. അതായത് കുഞ്ഞു വെബ്സൈറ്റുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതായത് വെബ് സെർവറിൽ ഒരേ ഒരു വെബ്സൈറ്റ് മാത്രം നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചീപ്പറാണ്, ഈസി ടു യൂസ് ആണ്, നമുക്ക് പെർഫോമൻസ് കുറവായിരിക്കും. അതായത് അധികം ഉപയോഗിക്കാത്ത ടൈപ്പ് ആൾക്കാരാണ് ഷെയർഡ് യൂസ് ചെയ്യുക. ഡെഡിക്കേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യുന്ന സിംഗിൾ വെബ് സെർവർ. ഓരോ സെർവറിലും ഓരോ വെബ്സൈറ്റ് ആണ്. സോ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടാവും, എക്സ്പെൻസീവ് ആണ്, നല്ല രീതിയിൽ സർവീസസ് ഉണ്ടാവും. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത്, എന്ത് ടെക്നോളജി എന്നറിയോ? വിർച്വലൈസേഷൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ പാർട്ടീഷനിങ്. VMware ഫ്രീ VPS ഒക്കെ പോലെയുള്ള പലതരം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ലെസ് പെർഫോമൻസ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹൗസിംഗ് മോർ ദാൻ ഷെയർഡ്. ഷെയർഡിനേക്കാൾ കൂടുതലും ഡെഡിക്കേറ്റഡിൻ്റെ അത്ര കണ്ടു വേണ്ട, അങ്ങനെയുള്ള ടൈപ്പാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ. ഇത് കൂടുതലും സ്യൂട്ടബിൾ ഫോർ വെബ്സൈറ്റ് ദാറ്റ് റിക്വയർ മോർ ഫീച്ചേഴ്സ്. അതായത് രണ്ടിൻ്റെയും നടുക്കത്ത് നിൽക്കുന്ന ഒരു ടൈപ്പാണ് വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
ദെൻ ഒരുപാട് 3 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് DBMSൻ്റെ ചാപ്റ്ററിൽ നിന്ന്. DBMSൻ്റെ അഡ്വാൻറ്റേജസ്. DBMS എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് ആക്സസ് മെയിൻറ്റെയിൻ ഡാറ്റാബേസ് യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം യൂസ് ചെയ്യുന്നതാണ് DBMS. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് 5 അഡ്വാൻറ്റേജസ് പഠിക്കുക. അതിലിപ്പോൾ നമുക്ക് ഒരുപാട് 8 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡാറ്റ റിഡൻഡൻസി ക്യാൻ ബി അവോയ്ഡ്. ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്പിൾ ലൊക്കേഷൻ, അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ക്യാൻ ബി അവോയ്ഡഡ്. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് ഡാറ്റ റിഡൻഡൻസി വന്നാൽ നമുക്ക് ഡാറ്റ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല, അത് ക്യാൻ ബി റെഡ്യൂസ്ഡ്. പിന്നെ എഫിഷ്യൻ്റ് ആയി ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും, ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടാവും. വി ക്യാൻ ഷെയർ ദ ഡാറ്റ, എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്രാഷ് റിക്കവറി. ഇതിൽ 5 എണ്ണം പഠിക്കുക. ഡാറ്റ റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാം, ഇൻകൺസിസ്റ്റൻസി അവോയ്ഡ് ചെയ്യാം, ഡാറ്റ ആക്സസ് ചെയ്യാം, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും, ഷെയറിംഗ് ഓഫ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്ട്രാ ചോദിച്ചിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടെർമിനോളജീസ്, അതായത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ടെർമിനോളജീസ്. എൻറ്റിറ്റി, റിലേഷൻ, ടുപ്പിൾ, ആട്രിബ്യൂട്ട്, ഡിഗ്രി, കാർഡിനാലിറ്റി, ഡൊമൈൻ, സ്കീമ, ഇൻസ്റ്റൻസ്. ഇതിലേതെങ്കിലും ഒരു 5 എണ്ണം പഠിക്കാം. RDBMSൻ്റെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടെക്നോളജിയാണ് കേട്ടോ പറഞ്ഞത്. ടെർമിനോളജി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ തിങ്, ദ റിയൽ വേൾഡ് ദാറ്റ് ഡിസ്റ്റിങ്വിഷ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പേഴ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് ടേബിളിനെ വിളിക്കുന്ന പേരാണ്. റിലേഷൻ ഓൾസോ കോൾഡ് ടേബിൾ. ടുപ്പിൾ എന്ന് പറഞ്ഞാൽ റോസിനെ വിളിക്കുന്ന പേരാണ്. റോസ് ഓഫ് എ റിലേഷൻ ആർ ജനറലി റെഫേർഡ് ആസ് ടുപ്പിൾസ്. റോ കൺസിസ്റ്റ് ഓഫ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ടു റെപ്രസെൻറ്റ് പെർട്ടിക്കുലർ എൻറ്റിറ്റി. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ദ കോളം ഓഫ് എ റിലേഷൻ ഇസ് കോൾഡ് ആട്രിബ്യൂട്ട്സ്. അതിലിപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ട് ഇതിലെ കോളംസുകളെല്ലാം ആട്രിബ്യൂട്ട്സ് ആണ്. ഏതൊക്കെയാണ്? അഡ്മിഷൻ, റോൾ നമ്പർ, നൈം, ബാച്ച്, മാർക്ക് എല്ലാം. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ കോളം ഓർ റിലേഷൻ, അതായത് നമ്പർ ഓഫ് കോളംസ്. കാർഡിനാലിറ്റി പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഓർ ടുപ്പിൾസ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദ പൂൾ ഓഫ് വാല്യൂ വിച്ച് ദ ആക്ച്വൽ വാല്യൂ ഇസ് അപ്പിയറിംഗ്. സ്കീമ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ്. ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റിലേഷൻ ഈസ് എ സെറ്റ് ഓഫ് ടുപ്പിൾസ്. ഈച്ച് ടുപ്പിൾ ഹാസ് എ സെയിം നമ്പർ ഓഫ് ഫീൽഡ്. അതിനെയാണ് നമ്പർ ഓഫ് ഫീൽഡിനെയാണ് നമുക്ക് ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ 6 തരം ടെർമിനോളജീസ് ആണുള്ളത്. എൻറ്റിറ്റി, റിലേഷൻ, ട്രിപ്പിൾസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് ഡിഗ്രി. ഇതിലേതൊരു 5 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാൻ പറ്റുന്നത് റിലേഷണൽ ആൽജിബ്ര എന്താണ്, അല്ലെങ്കിൽ RDBMSൻ്റെ ഓപ്പറേറ്റേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് ഇൻ RDBMS, അങ്ങനെയാണ് നമുക്ക് ചോദിക്കുക കേട്ടോ. ടെർമിനോളജീസിന് ചോദിച്ചതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നത് RDBMSലെ ഓപ്പറേറ്റേഴ്സ് ഏതാണ്, അല്ലെങ്കിൽ റിലേഷണൽ ആൽജിബ്രകൾ ഏതൊക്കെയാണെന്നുണ്ട് നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ ഒരു 5 എണ്ണം നമ്മൾ അറിയണം കേട്ടോ. ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിന് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട്. ഇതിൽ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ്, ഡിഫറൻസ് ആൻഡ് കാർട്ടീഷ്യൻ. ഇതിൽ ഏതൊക്കെയാണ്? യൂണറി, സെലക്റ്റും പ്രൊജക്റ്റും യൂണറി ഓപ്പറേഷനാണ്. സെലക്ട് എന്താണ്? സെലക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെലക്ട് എ റോസ് ഫ്രം റിലേഷൻ ദാറ്റ് ഗിവ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട റോകൾ മാത്രം സെലക്ട് ചെയ്യുന്നതിനെയാണ് റോകൾ കേട്ടോ. റോസ് മാത്രം സെലക്ട് ചെയ്യുള്ളൂ. അത് ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ യൂസ് ചെയ്താണ്. അതിൻ്റെ സിൻടാക്സ് പഠിക്കാം. നമുക്ക് കണ്ടീഷൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ദെൻ പിന്നീട് നമ്മൾ പറയുന്നത് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സെലക്റ്റഡ് ആട്രിബ്യൂട്ട്സ് കോളംസ് വേണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ പ്രൊജക്റ്റ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പൈ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. മൂന്നാമത്തത് യൂണിയൻ, അതായത് ഇറ്റ് റിട്ടേൺ എ റിലേഷൻ ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ടുപ്പിൾസ് അപ്പിയർ ഇൻ ടു സ്പെസിഫൈഡ് റിലേഷൻ. 2 റിലേഷനിലും കോമൺ ആയിട്ട് വരുന്നത് മാത്രം നമുക്ക് കാണിച്ചു തരുന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ. അത് നമ്മൾ യു വെച്ചിട്ടാണ് എഴുതുക കേട്ടോ. യു വെച്ചിട്ടാണ് അത് എഴുതാം. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിലും ഇല്ലാത്തത്, അതായത് ഒരു ടേബിളിലുണ്ടെന്ന് മറ്റേതിലില്ല, അങ്ങനെ 2ലും ഇല്ലാത്ത ടൈപ്പാണ് ഇൻ്റർസെക്ഷൻ. ഡിനോട്ടഡ് ബൈ എന്താ പറയുക, നമ്മൾ ഇൻ്റർസെക്ഷൻ ഇങ്ങനെ ഒരു മല പോലെയാണ് ഇട്ടിടുക, ഒരു റാ ഷേപ്ഡ് ആണ് ഇടുക ഇൻ്റർസെക്ഷന്. ദെൻ സെറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്, അതായത് 1ലുണ്ട് 1ലില്ല, അതായത് 2ൽ നിന്നും മൈനസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കംപ്ലീറ്റ് വാല്യൂസ് നമുക്ക് തരുന്നതാണ് ആർട്സ് മൈനസ് സ്പോർട്സ്. ദെൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
ഇറ്റ് റിട്ടേൺ ഓൾ ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ട്രിപ്പിൾസ് ഇൻ ടു റിലേഷൻ. രണ്ട് റിലേഷൻസ്, അതായത് രണ്ട് ടേബിൾസ് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ക്രോസിലാണ്. അപ്പോൾ ക്രോസ്, സെറ്റ് ഡിഫറൻസ്, അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രൊജക്റ്റ്, യൂണിയന് ആൻഡ് സെലക്ട്. ഇതൊക്കെയാണ് 5 തരം ഫണ്ടമെൻ്റൽ ഓപ്പറേറ്റേഴ്സ് ഇൻ RDBMS. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറയുമ്പോൾ കണ്ടന്റും ലേഔട്ടും ഫിക്സ്ഡ് ആയിരിക്കും, ഡൈനാമിക്കിലെ ചേഞ്ച് ആയിരിക്കും. സ്റ്റാറ്റിക് നെവർ യൂസ് ഡാറ്റാബേസ്, ഡൈനാമിക്കലി യൂസസ് ഡാറ്റാബേസ്. ഇറ്റ് ഡയറക്ട്ലി റൺ ഓൺ ബ്രൗസർ, ഇറ്റ് റൺ ഓൺ സെർവർ, ഈസി ടു ഡെവലപ്പ്, റിപ്പയർ, പ്രോഗ്രാമിംഗ് സ്കില്ല്. ഈ 4 സെൻറ്റൻസ് ഇതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. ദെൻ നമ്മളോട് ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു അടുത്തൊരു ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡ് എന്താ? എക്സിക്യൂട്ടഡ് ഇൻ ക്ലയൻറ്റ് ബ്രൗസർ, ഇവിടെ വെബ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന. ഇവിടെ വാലിഡേഷൻ ഓഫ് ക്ലയൻറ്റ് ഡാറ്റ, ഇവിടെ നമ്മൾ കണക്ട് ടു ദ ഡാറ്റാബേസ്. ഇത് ബ്രൗസർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇത് ബ്രൗസർ ഡിപ്പെൻഡൻ്റ് അല്ല. യൂസർ ക്യാൻ ബ്ലോക്ക്, യൂസേഴ്സ് ക്യാൻ നോട്ട് ബ്ലോക്ക്. അതായത് ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. 2 എക്സാമ്പിൾസ് പഠിക്കാം. ക്ലയൻറ്റ് സൈഡിൽ ജാവാ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും, സെർവർ സൈഡിൽ PHP, ASP, JSP, Perl ഒക്കെ പഠിക്കാം. ഒപ്പം തന്നെ ഏതെങ്കിലും 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചിട്ട് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. 5 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. 3 മാർക്കിനാണെങ്കിൽ 3 എണ്ണം എഴുതിയാൽ മതി. 5 മാർക്കിനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് 5 എണ്ണം എഴുതേണ്ടി വരിക. സോ 5 എണ്ണം മിസ്സോട് പറയുന്നുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് ആണ് ഫസ്റ്റ്. ഇതൊരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഡെവലപ്പ് ചെയ്തത് നെറ്റ്സ്കേപ്പ് ആണ്. ഇറ്റ് വർക്ക് ഇൻ എവരി വെബ് ബ്രൗസർ. ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .jsp ആണ്. ഇത് മതി. ഇതേപോലെ 3 സെൻറ്റൻസോടെ എഴുതിയാൽ മതി. അജാക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഫോർ അസിൻക്രണൈസ്ഡ് ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് എക്സ്റ്റൻഷബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. അജാക്സിൽ 2 തരം ലാംഗ്വേജ് ഉണ്ട്, ജാവയും XML-ഉം. ഇറ്റ് ഹെൽപ്സ് ടു അപ്ഡേറ്റ് പാർട്ട് ഓഫ് എ വെബ് പേജ് വിത്തൗട്ട് റീലോഡിങ് ആൻഡ് വെബ് പേജ്. ചെറിയ ഭാഗങ്ങൾ ഓരോ വെബ് പേജിൻ്റെ പാർട്ടായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അജാക്സിൽ പറ്റും. VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് വിഷ്വൽ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതിൽ യൂസ് ചെയ്തത് ഒരു ക്ലയൻറ്റ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. PHPയുടെ ഫുൾ ഫോം പഠിക്കുക, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ ആണ്. സെർവർ സൈഡ് ഓപ്പൺ സോഴ്സ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഡാറ്റാബേസ് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വിൻഡോസിലും യുണിക്സിലും ലിനക്സിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, ബിക്കോസ് ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ആക്റ്റീവ് സെർവർ പേജ് ആണ് ASP ഡെവലപ്പ് ചെയ്തത് മൈക്രോസോഫ്റ്റ് തന്നെയാണ്. VB സ്ക്രിപ്റ്റും ജാവാ സ്ക്രിപ്റ്റും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ASP ഫയലുകളെല്ലാം .asp എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെറൈറ്റി ഓഫ് ഡാറ്റാബേസിനെ സപ്പോർട്ട് ചെയ്യുന്നു. JSP എന്ന് പറയുന്നത് ജാവാ സെർവർ വെബ് പേജസ് ആണ്. ഇവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സൺ മൈക്രോസിസ്റ്റം ആണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ JSP ഫയൽ .jsp ആണ്. ഓക്കെ, അങ്ങനെ 5 എണ്ണം. അപ്പോൾ JSP, ASP, PHP, VB സ്ക്രിപ്റ്റ്, അജാക്സ് ആൻഡ് ജാവാ സ്ക്രിപ്റ്റ്. ഏതെങ്കിലും ഒരു 5 ജാവാ സ്ക്രിപ്റ്റും കൂടി ഇതിൽ നമ്മൾ അറിയണം കേട്ടോ. ദെൻ നമുക്കിതിൽ ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 35 മാർക്കിൽ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ബോഡി ടാഗിൻ്റെ 5 ആട്രിബ്യൂട്ട്സുകൾ എഴുതാം. BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. BG കളർ എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് കളറാണ് ടെക്സ്റ്റിന് വേണ്ടത്. ലിങ്ക് എന്ന് പറയുമ്പോൾ അൺവിസിറ്റഡ് ലിങ്കിൻ്റെ കളറ്, ലിങ്ക് ആക്റ്റീവ് ലിങ്കിൻ്റെ കളറ്, V ലിങ്ക് വിസിറ്റഡ് ലിങ്കിൻ്റെ കളറ്. ലെഫ്റ്റ് മാർജിൻ ലെഫ്റ്റ് സൈഡിലെ മാർജിൻ കൊടുക്കാം. ടോപ്പ് മാർജിൻ ബോട്ടം ലെവലുള്ള മാർജിൻ കൊടുക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് യൂസ് ആവുന്ന ഏതെങ്കിലും 5 എണ്ണം എന്തിനും കൂടി യൂസ് ചെയ്യാമെന്ന് എഴുതാം കേട്ടോ. ദെൻ ഏതെങ്കിലും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ നോക്കുക. ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, സ്ട്രൈക്ക്, ബിഗ്, സ്മോൾ, സബ്, സൂപ്പ്, അതായത് സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റും ഒക്കെ കൊടുക്കാനായിട്ട്. ദെൻ മാർക്യൂ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ, അതായത് ഹൈറ്റ്, വിഡ്ത്ത്, എക്സ് സ്പേസ്, വി സ്പേസ്, സ്ക്രോൾ എമൗണ്ട്, സ്കോർ ഡിലേ, ബിഹേവിയർ, ലൂപ്പൊക്കെ വേണം കേട്ടോ. പിന്നീട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പിന്നീട് കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത് ERP സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ്സ് ആയിരുന്നു. സോ ERP സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം കേട്ടോ. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് കമ്പൈൻസ് ഓൾ ദ ബിസിനസ് റിക്വയർമെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസ് ഓർ എ കമ്പനി ടുഗദർ ഇൻ ടു എ സിംഗിൾ ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റാബേസ്. അതായത് ഒരൊറ്റ സിംഗിൾ ഡാറ്റാബേസ് ആയിട്ട് ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയാം. ഇതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് നോക്കാം കേട്ടോ. ഫിനാൻഷ്യൽ മൊഡ്യൂൾ ഉണ്ട്, പ്രൊഡക്ഷൻ മൊഡ്യൂൾ ഉണ്ട്, മാർക്കറ്റിംഗ് മൊഡ്യൂൾ ഉണ്ട്, HR മൊഡ്യൂൾ ഉണ്ട്, ഇൻവെൻട്രി
സപ്ലിമെന്ററി ഉണ്ട്, അതായത് ഒരു ബിസിനസ്സിലുമായി ബന്ധപ്പെട്ട എല്ലാതും വെച്ചിട്ട് മൊഡ്യൂൾസ് ആക്കി കൊടുക്കാം. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതൊന്നും ആയിരുന്നില്ല, ചോദിച്ചത് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം ആയിരുന്നു. സോ ബെനിഫിറ്റ്സ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു, ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രൊവൈഡ് അക്യുറേറ്റ് ഇൻഫോർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് കാപ്പബിലിറ്റി, ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി, ഇൻഫോർമേഷൻ ഇൻറ്റഗ്രിറ്റി. ഇത്രയാണ് ERPയുടെ ബെനിഫിറ്റ്സ്. സോ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ എഴുതാം, അതല്ല എങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ERPയുടെ ബെനിഫിറ്റ്സ് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് വൺ ആണ് മോഡുലർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്. അപ്പോൾ എന്താണ് മോഡുലറൈസേഷൻ അല്ലെങ്കിൽ മോഡുലർ പ്രോഗ്രാം എന്ന് ചോദിക്കും. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് അപ്പ് ലാർജ് പ്രോഗ്രാം ഇൻ ടു സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്മോളർ പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. വലിയ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സ്മോൾ പ്രോഗ്രാംസുകളാക്കി തിരിക്കുന്നതിനാണ് നമ്മൾ മോഡുലർ പ്രോഗ്രാം എന്ന് പറയാം. അതിൻ്റെ മെറിറ്റുകൾ: സൈസ് കുറയ്ക്കാൻ പറ്റുന്നു, റെഡ്യൂസ് പ്രോഗ്രാം കോംപ്ലക്സിറ്റി, ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്, ഇംപ്രൂവ് റീയൂസബിലിറ്റി. അത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പഠിക്കുക. ദെൻ പിന്നീട് നമ്മളോട് ചോദിച്ചത് ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഇൻ C++. ജാവയത് നമ്മൾ പറഞ്ഞു, ബിൽറ്റിംഗ് ഫങ്ഷൻസ് ഇൻ C++ലെ ബിൽറ്റിംഗ് ഫങ്ഷൻസുകൾ. ഇതിൽ മിസ് കഴിഞ്ഞ വീഡിയോയിൽ ഇടുമ്പോൾ സ്ട്രിങ്ങിൻ്റെ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ മിസ് തെറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. സ്ട്രീമിൻ്റെ ആണ്, സ്ട്രിങ്ങിൻ്റെ C സ്ട്രിങ് ആണ് കേട്ടോ ഹെഡർ ഫയൽ. അപ്പോൾ ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ അതിൽ പഠിച്ചാൽ മതി, ഏത് ചോദിച്ചാലും അറിയാം. ഏതെങ്കിലും ബിൽഡിംഗ് ഫങ്ഷൻസ്, നമുക്ക് ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രിങ് ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രീം ഫങ്ഷൻസ് ഉണ്ട്, കൺസോൾ ഫങ്ഷൻസ് ഉണ്ട്. കൺസോൾ ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയൽ ഏതാ? CSTDO. ഏതൊക്കെയാണ്? ഗെറ്റാറും പുട്ട്ചാറും. സ്ട്രീം ഫംഗ്ഷനിൽ ഏതൊക്കെ വരുന്നത്? IOStream ആണ് ഹെഡർ ഫയൽ, ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനും ഉണ്ട്. ദെൻ സ്ട്രിങ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? C സ്ട്രിങ് ആണ് ഹെഡർ ഫയൽ, str ലെങ്ത്, str cpy, str cat, str cmp, str cmpy. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതാ? ആബ്സല്യൂട്ട്, സ്ക്വയർ റൂട്ട് ആൻഡ് പവർ, അതായത് ABS, സ്ക്വയർ റൂട്ട്, പവർ. അതിൻ്റെ CMath ആണ് അതിൻ്റെ ഹെഡർ ഫയൽ. ക്യാരക്ടർ ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽ CC ടൈപ്പ് ആണ്, അത് ഈസപ്പർ, ഈസ്ലോവർ, ഈസാൽഫ്, ഈസ്റ്റിജിറ്റ്, ഈസാലിനം, 2 upper ആൻഡ് 2 lower. ഇതൊക്കെയാണ് ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ഇൻ C++. ഇതെല്ലാം ഓരോന്ന് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് എഴുതണട്ടെ. ഏതെങ്കിലും ഒരു 3-4 നമുക്ക് എഴുതാൻ കിട്ടിയാൽ മതി. ഒപ്പം തന്നെ ഇതിൻ്റെ എന്തും കൂടിയും പഠിക്കാം, ഇതിൻ്റെ ഹെഡർ ഫയലുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ പിന്നീട് നമ്മളോട് ചോദിച്ചിരുന്നതാണ്, ഇതിലിപ്പോൾ ഈ ഫംഗ്ഷൻസ് ചോദിച്ചതുപോലെ തന്നെ നമ്മളോട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതിൽ കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓർഡിനറി വേരിയബിൾ ആസ് യൂസ്ഡ് ആസ് ഫോർമൽ പാരാമീറ്റേഴ്സ്, അവിടെ റെഫറൻസ് വേരിയബിൾസ് ആണ് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് നമുക്ക് കോൺസ്റ്റൻറ്റോ വേരിയബിൾ എക്സ്പ്രഷനോ ആവാം. ഇവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വേരിയബിൾസ് മാത്രമേ പറ്റുള്ളൂ. എക്സ്ക്ലൂസീവ് മെമ്മറി അലോക്കേഷൻ ഉണ്ടാവും ഫോർമൽ ആർഗ്യുമെൻറ്റ്സിന്. ഇവിടെ നമുക്ക് മെമ്മറി അലോക്കേഷൻസ് എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാം. Then the changes made in formal argument not reflect the actual argument. ഇവിടെ ചേഞ്ചസ് എല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് പഠിക്കാം. ദെൻ പിന്നീട് നമ്മളോട് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ ബിൽറ്റിംഗ് ഫങ്ഷൻസും അതിൻ്റെ ഡിഫറൻസും ആണ് പറഞ്ഞ മെയിൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഏതെങ്കിലും 2 എക്സാമ്പിളും, ഒപ്പം ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ട്രാൻസ്ഫർ എ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ പാർട്ട് ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ജംപ് സ്റ്റേറ്റ്മെൻറ്റുകൾ ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, റിട്ടേൺ ആണ്. ഇതിൽ ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് 2 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ് ടു ടെർമിനേറ്റ് എ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ടെർമിനേറ്റ് ചെയ്യാൻ, ഒരു ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ്? ലൂപ്പിൽ എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ് സ്കിപ്പ് ദ റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലൂപ്പ് ആൻഡ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദി ലൂപ്പ്. ഒരു ലൂപ്പിലത്തെ ഭാഗം അവരെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ലിറ്ററേഷൻ ലൂപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഇതുവരെ നോക്കിയത് 35 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെയാണ്. ക്വസ്റ്റ്യൻസ് മിസ് ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൂടാതെ ഓരോന്നും എങ്ങനെയാണ് എഴുതുക, നല്ല സിമ്പിൾ ആൻഡ് ചെറിയ രീതിയിലാണ് മിസ് നിങ്ങൾക്കിപ്പോൾ എക്സ്പ്ലനേഷൻ തന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും, ഒരാൾ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഒരുപാട് എന്താ പറയുക, ഡിഫറൻഷിയേറ്റ് തന്നെ ഒരുപാട് 3 മാർക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ.